കൂടോത്രം തന്നെ ഗൂഢപത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് മാറി. അതാണ് പിന്നെ ഇപ്പോൾ കൂടോത്രം എന്നായത്. സോറി, എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയില്ലായിരുന്നു. അത് ഇടുക്കിയിലെ ഭയങ്കര രസമുള്ളതല്ലേ, ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത ലൊക്കേഷൻ. സൗകര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും അങ്ങോട്ട് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ ചെന്നതും ഷൂട്ട് ചെയ്യുന്നതും. കിലോമീറ്ററിന് മേലെയുള്ള വലിയ പാറയുടെ മേലെ കയറിയാല് അത് പൊരിഞ്ഞ വെയിലത്ത് ഉച്ചയ്ക്ക്. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ വേറെ ഡിഫറെന്റ് ലുക്കായിരുന്നു, മുടി കുറച്ചും കൂടി. അതാ ശരിക്കുള്ള ലുക്ക്. ഇതിപ്പോ മാറി നിൽക്കുന്ന. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കാന്നും പറഞ്ഞ് അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മിക്ക് വെയിലൊക്കെ ഒരു പ്രശ്നമായിരുന്നു. ലക്ഷ്മി പറയുന്നത് അമ്പലപ്പുഴയില് പാടവരമ്പത്തൂരൊക്കെ നടക്കുന്ന ആളാ, അത് വേറെ വിഷയം. അധികം മിണ്ടില്ല. ഇവിടുത്തെ ഭക്ഷണങ്ങള് ഓയിലിയാന്ന് പറയും. പഴംപൊരി കണ്ടപ്പോ ഇത് ഓയിലി, മറ്റേതാത്ത കലോറി, മറ്റേതാത്ത ഈ സാധനം. അങ്ങനെ ഞാൻ പലതിലും ഉഴുന്നോടലൊക്കെ ഇത്ര കലോറി ഉണ്ടെന്ന് അറിയണമെന്നാ. ഞാൻ പോയിക്കോട്ടെ. നിങ്ങൾ ആരെങ്കിലും അതിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? അന്ധവിശ്വാസമല്ല, പക്ഷെ ചിലർ പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ മരമൊക്കെ രണ്ടായിട്ടൊക്കെ മുറിഞ്ഞു പോകും. അങ്ങനത്തെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോൾ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? പറഞ്ഞ ആളെ ഒന്ന് പരിചയപ്പെടുത്തണേ. മുട്ടയിലൊക്കെ വിശ്വാസമുള്ള പിന്നെ 2 മുട്ട ഓംലെറ്റ് വെച്ചിട്ടാണ്. ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഇത് വെക്കാൻ പോകുമ്പോൾ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. കലാപരമായ രംഗത്ത് അത് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് വരുന്നത്. ഈ വിശ്വാസം തള്ളി പറഞ്ഞില്ലേ, അപ്പൊ തൊട്ടാണ് ഇതിന്റെ ചെയ്ത് കൂട്ടിയെ കിട്ടാൻ പോണം. മിക്കവാറും നമുക്ക് നാളെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് എന്തെങ്കിലും ന്യൂസ് കിട്ടും. ഒരു പടത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളൂ. എക്സിക്യൂട്ടീവ് ആയിട്ടൊന്നും നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല, ഒരു CEO ആയിട്ടൊന്നും നമ്മളെ സങ്കല്പിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പുള്ളി മരിച്ചെടുക്കുന്ന സീനിൽ ഒരു പടത്തിലുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ടു യെസ് 27 മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൂടോത്രം സിനിമയിലെ താരങ്ങളാണ്. ഹലോ. ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളി ഓഡിയൻസിന് നല്ല പരിചിതമായ മുഖങ്ങളാണ്. സോ കൂടോത്രം എന്താണ്? കൂടോത്രം ചേട്ടനാണ് പറയാൻ പിടിക്കുക. എന്നെ ചേട്ടന്ന് വിളിച്ച് പ്രായം ഇടുക്കിയിലെ ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇതിന്റെ ബേസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു ടൈറ്റില് കൂടോത്രം തന്നെ ആയിരിക്കും. അതിട്ട ആള് അതിന്റെ റൈറ്ററും പിന്നെ അതിന്റെ ഡയറക്ടറായ ബൈജു എഴുപന ചേട്ടൻ തന്നെയാണ്. ചേച്ചിക്ക് എന്താ പറയാ? കൂടോത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ വിചാരിക്കുന്നത് മറ്റേ മുട്ടയില് കൂടോത്രം അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഈ കൂടോത്രം തന്നെ ഗൂഢപത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് മാറി. അതാണ് പിന്നെ ഇപ്പോൾ കൂടോത്രം എന്നായത്. സോറി, എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയില്ലായിരുന്നു. അത് ഗൂഢപത്രം സ്പാനിഷിലാണോ? ഗൂഢപത്രം മലയാളം ഇത് പഠിച്ചോണ്ട് വന്നിരിക്കും. ഇതൊക്കെ അറിയാവുന്നല്ലേ, ഞങ്ങളൊക്കെ നാട്ടുപുറത്തുകാരാ, അപ്പൊക്കെ അതൊക്കെ അറിയാം. അതിന്റെ അർത്ഥം എന്താ? ഈ ഗൂഢപത്രം എന്ന് പറഞ്ഞാല് ഗൂഢപത്രം എന്ന് പറയുന്നതാണ് ശരിക്കും പിൽക്കാലത്ത് പറഞ്ഞ് കൂടോത്രമായിട്ട് മാറിയത്. ഗൂഢപത്രം വെച്ചാൽ നമ്മള് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. ചിലപ്പോൾ അതിനകത്ത് മന്ത്രങ്ങളായിരിക്കും, വോട്ടവർ. പക്ഷെ ഇത് നമ്മൾ അല്ലാതെ കൂടോത്രം എന്ന് പറയുമ്പോൾ കൂടോത്രം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ ബ്ലാക്ക് മാജിക് ചെയ്യുമെന്നല്ല പറയണേ. അതാണ് ശരിക്കും. അല്ല, ഇതിനകത്ത് പക്ഷെ എനിക്ക് നമ്മുടെ സിനിമയില് ഈ മുട്ടയ്ക്കകത്തുനിന്ന് ഇങ്ങനെ തുറന്നു വരുന്നതായിട്ടാണ്. പക്ഷെ അതുമായിട്ട് കൂടോത്രവുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് ഇത്. പക്ഷെ അതിനകത്ത് ഒരുപാട് ഫാമിലി സ്റ്റോറീസ് വരുന്നുണ്ട്. അത് ഇടുക്കിയിലെ ഭയങ്കര രസമുള്ളതല്ലേ, ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത ലൊക്കേഷൻ. പക്ഷെ എന്നോട് ഇവിടെ വലിയ നിങ്ങളൊക്കെ ആധികാരികമായിട്ടൊന്നും പഠിച്ചിട്ട് വന്നിട്ടില്ല. കൂടോത്രം ഒരു മൾട്ടി സ്റ്റാർ ആധികാരികമായിട്ട് പഠിച്ചതല്ല. കുറച്ച് ഫാമിലീസിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറി. മൾട്ടി സ്റ്റാറർ ആണ്, കോമഡി എലിമെന്റ് ഉണ്ട്, കുറെ ലൈക്ക് എല്ലാത്തരം ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള. കൂടോത്രം ബ്ലാക്ക് മാജിക് അങ്ങനത്തെ ഉള്ള ആ സീരിയസ് കൈൻഡ് ഓഫ് അല്ല, കോമഡി കൈൻഡ് ഓഫ് ഇതാണ്. പക്ഷെ അതിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ട്. എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഒത്തിരി ഉള്ളൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള മൂവിയാണ്. അത്രയും കഷ്ടപ്പെട്ട മൂവിയാണല്ലേ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കൊളീഗാണ് ബൈജു ചേട്ടൻ. ആസ് എൻ ആക്ടർ നമുക്ക് അറിയാം. ആസ് എ ഡയറക്ടർ എങ്ങനെയുണ്ട് ബൈജു ചേട്ടൻ? ഒന്നെന്താ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാവുന്ന ഒരു ആളും കൂടിയാണ്. ആക്ടർ എത്രത്തോളം ബുദ്ധിമുട്ടൊന്നും അറിയാം. ഈസ് ഓൾസോ ഒരു ആക്ടർ എന്നുള്ളതുകൊണ്ട് പുള്ളിക്ക് അറിയാം. അപ്പൊ നമ്മളെ വല്ല സംഗതി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മുടെ ഈ കൊട്ടക്കുന്നിന്റെ മുകളിലേക്ക് കയറി പോകണം. സൗകര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും അങ്ങോട്ട് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ ചെന്നതും ഷൂട്ട് ചെയ്യുന്നതും പുള്ളിക്ക് അറിയാം. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ലീവേ നമുക്ക് തരുന്നുണ്ട് പുള്ളി. കാരണം പുള്ളിക്ക് അറിയാം, കാരണം ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ഒരു കംഫർട്ട് വേണം എന്നുള്ളതും അത് മുഴുവനായിട്ട് ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് തരാൻ പറ്റുന്നില്ല എന്നും പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട്
അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ ഡയറക്ടർ പുള്ളിക്ക് കൃത്യമായ വിഷനുണ്ട്. പിന്നെ നല്ലൊരു ടെക്നിക്കൽ ക്രൂ ഉണ്ട് നമ്മുടെ കൂടെ. പുള്ളി കൂടെ നിർത്തിയിരിക്കുന്ന ടെക്നിക്കൽ ടീമൊക്കെ വളരെ ഐ തിങ്ക് ഫൈറ്റ് മാസ്റ്റർ ആയാലും മ്യൂസിക് ആയാലും എല്ലാം വളരെ ടോപ്പ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് പുള്ളി കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ടീം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആസ് എ ഡയറക്ടർ ആ വിഷൻ ഉള്ളതുകൊണ്ടാണല്ലോ പുള്ളി അങ്ങനത്തെ ഒരു ടീമിനെ കൂടെ നിർത്തിയിരിക്കുന്നത്. റിസൾട്ട് അതിന് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീചേട്ടനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള റോൾസും കൈകാര്യം ചെയ്തിട്ടുണ്ട്. വില്ലനസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അതുപോലെ കോമഡി. പുണ്യാള ഗർഭതീസിലൊക്കെ നമ്മൾ കണ്ടു ക്യൂട്ട് ആയിട്ടുള്ള ആളായിട്ടും കുറച്ച് ഇമോഷണൽ ക്യാരക്ടർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ ഏത് ടൈപ്പ് ക്യാരക്ടറാണ്? ഇതില് ചെമ്മഞ്ചി മണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിലൊരു കഥയാണ്. അപ്പോൾ ഇടുക്കിയിലൊരു കഥാപാത്രം തന്നെ അവിടുത്തെ നാട്ടിലെ ഒരു കഥാപാത്രമായിട്ടാണ് ഞങ്ങളൊരു 5-6 ഫാമിലീസ് അവിടെയുള്ള ആൾക്കാരുടെ കഥ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്. സുധി അവിടുത്തെ ഒരാളാണ്, ഞാനവിടെ ബൈജു ചേട്ടൻ അവിടുത്തെ ഒരു ക്യാരക്ടറാണ്, ഡിനോയ് ഉണ്ട്, ഡിനോയ് അവിടുത്തെ ഒരു ക്യാരക്ടറാണ്, നമ്മുടെ പ്രമോദ് വെളിയനാടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയുള്ള കുറേ ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ചെമ്മഞ്ചി മണി അവിടുത്തെ നാട്ടിലെ പണികളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ബൈജു ചെയ്യുന്ന ക്യാരക്ടറിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞാനും സുധിയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഈ കൂടോത്രം നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചില വിശ്വാസങ്ങളും ചില അന്ധവിശ്വാസങ്ങളും ഒക്കെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ബോണ്ടിങ്ങിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ വൈസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ നാട്ടുപുറത്തുകാരനാണ്. അയാൾക്ക് അയാളുടേതായ തമാശകളും ഉണ്ട്, അയാളുടേതായ ഇമോഷൻസും ഉണ്ട്, അയാളുടേതായ സന്തോഷങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അയാൾക്കൊരു പെങ്ങളുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിനോടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് കൂടി അയാൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്താണ് എൻ്റെ ക്യാരക്ടർ പോകുന്നത്. അതുപോലെ ഓരോ ക്യാരക്ടറും അവരുടേതായ ചെറിയ രീതിയിലുള്ള കഥകളുണ്ട്. സുധിക്ക് പ്രണയമുണ്ട്, റൊമാൻറ്റിക് ഹീറോ ആണ്. റൊമാൻറ്റിക് ഹീറോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്ര ചത്തായിട്ട് വന്നേക്കുന്നത്, കണ്ടില്ലേ? അതെ, കഴിഞ്ഞ തവണ കണ്ടപ്പോ വേറെ ഡിഫറെന്റ് ലുക്ക് ആയിരുന്നു, മുടി കുറച്ചും കൂടി. അത് ശരിക്കുള്ള ലുക്ക്, ഇതിപ്പോ മാറി എങ്ങനെ വേണമെങ്കിലും വരും സുധി. ഇതിപ്പോ ഏത് സിനിമയുടെ ലുക്കിലാണ്? നോബഡി എന്നാണ് പടം. നോബഡി. ഇപ്പൊ ലക്ഷ്മിയിലേക്ക് വരും. കുറച്ചേരം ലക്ഷ്മി സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ലക്ഷ്മിയുടെ തുടക്കകാലമാണ് ഇതല്ലേ? അതെ അതെ, ഈ 2 മൂവി ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ബിഗ് ബോസിലോട്ട് പോകുന്നത്. ഇതിന്റെ രണ്ടിലെയും അപ്പോൾ തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചു വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ അടുത്തുനിന്നൊക്കെയുള്ള പഠനം? ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കാന്നും പറഞ്ഞ് അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈക്ക് എങ്ങനെയെങ്കിലും മിണ്ടിക്കണമല്ലോ, ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു, സൈലന്റ് ആയിട്ട് അങ്ങനെ പോവായിരുന്നു. ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ടർ എന്തോ അടിച്ചു. ഞാനപ്പം ഈ പറഞ്ഞ ഈ മലയുടെ മേളിൽ നിൽക്കുവാണ്. പുള്ളിയുടെ അടുത്ത് പതുക്കെ പറഞ്ഞു, ഞാനിപ്പോൾ ഒറ്റ പൊട്ടി കരച്ചിൽ കരയും, എല്ലാവരും വെച്ച് നിങ്ങളെ കരഞ്ഞെന്ന് പറഞ്ഞു, കരയിപ്പിച്ചെന്ന് പറയുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കമ്പനിയായി. അത്രയും കുറേ നാൾ ഒത്തിരി ദിവസം അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരുമായിട്ടും കമ്പനിയായി. നല്ലൊരു ക്രൂ ആയിരുന്നു. പക്ഷെ ചൂട് ഭയങ്കര, വെയില് കൊള്ളാൻ വയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ. വിഷമതല്ല, ഞാൻ ചിന്തിച്ചതല്ല, ഞാനിപ്പൊ കരയുന്നു. ഞാൻ പറഞ്ഞു ബിഗ് ബോസിൽ കണ്ട് ലക്ഷ്മി അപ്പ ആരാ ഇതിലേതാ ശരിക്കുള്ള ലക്ഷ്മി? അതെ, ബിഗ് ബോസിൽ കേരള കരയെ മുഴുവൻ രണ്ടായിട്ട് തിരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളാണ്. അത് ശരിക്കുള്ള ആള് തന്നെ. പക്ഷെ ഒരു മൂവിയുടെ സെറ്റിലോട്ട് വരുമ്പോ നമുക്ക് എല്ലാരെയും. ലക്ഷ്മി യുകെയിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ലക്ഷ്മി വന്നിട്ട് ലക്ഷ്മിക്ക് വെയിലൊക്കെ ഒരു പ്രശ്നമായിരുന്നു. ലക്ഷ്മി പറയുന്നത് സംഭവം അമ്പലപ്പുഴയില് പാടവരമ്പത്തൂരൊക്കെ നടക്കുന്ന ആളാ, അത് വേറെ വിഷയം. പക്ഷെ സിനിമ ലൊക്കേഷൻ വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മി ഭയങ്കര വെയിലാണെന്നൊക്കെ പറയുമ്പോ ഒന്ന് പാറയുടെ മുകളിലെ ഷൂട്ട് കിടക്കണേ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ ചുമ്മാ തമാശ പറയൂല, അതാ ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ലക്ഷ്മി മറ്റേ റിയാലിറ്റി ഷോയ്ക്കൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ പിന്നെ ലക്ഷ്മി മാറി. പിന്നെ പേടിച്ചു, ഞാൻ ആരോടെ കളിച്ചത്. ബിഗ് ബോസ് ഇന്ന് രാവിലെ ലക്ഷ്മി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വട്ടോടെ ആലോചിച്ചാ വരാൻ, പിന്നെ നിർബന്ധിച്ചാ വിളിച്ചോണ്ട് വന്നു. ചേട്ടൻ അത് കഴിഞ്ഞിട്ട് വെയില് കാണുമ്പോൾ ഓർക്കും എന്ന് പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു. അമ്പലപ്പുഴ പാസ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ
കമ്പനി ആയത്. ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഓക്കെ ആയോ വീണ്ടും കേരളം? ലൈക്ക് അങ്ങനെ കേരളത്തിൽ നിന്ന് ഞാൻ വരാത്ത അങ്ങനെയൊന്നും അല്ല, വെറുതെ പക്ഷെ അവിടെ ഭയങ്കര ചൂടാ. മലയുടെ മേളിലേക്കും കിലോമീറ്റർ മേലെയുള്ള വലിയ പാറയുടെ മേലെ എല്ലാ ദിവസവും അവിടെ വരെ കയറണം. പൊരിഞ്ഞ വെയിലത്ത് ഉച്ചക്ക് രാവിലെ 7 മണിക്ക് കയറിയ ഉച്ച വരെ പൊരിഞ്ഞ വെയിലത്ത് എല്ലാവരും ഉള്ളത്. എല്ലാം ഏകദേശം 100-125 പേരുണ്ട്. അത് നമ്മുടെ ക്രൂ എല്ലാവരും പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി, കാരണം ദൂരമുണ്ട് നമുക്ക് താഴത്തേക്ക് വരാൻ. അപ്പൊ ചിലപ്പോ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് തന്നെ മുകളിൽ തന്നെ കഴിക്കാം എന്ന തീരുമാനം. കാരണം ഇത്രയും വന്ന് വീണ്ടും മുകളിലേക്ക് കയറി പോകേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് കഴിക്കാം. പക്ഷെ അവിടെ ഭയങ്കര വെയിലാ. നമുക്ക് അങ്ങനെ തണലും സൗകര്യങ്ങളും ഒന്നും അവിടെ ഇല്ല. ഒന്നും അവിടെ കൊണ്ടുപോയി ഈ പറഞ്ഞ ഒരു സൗകര്യങ്ങളൊന്നും അവിടെ എത്തിക്കാനും പറ്റില്ല. അപ്പോ വളരെ ബുദ്ധിമുട്ടി എന്നുള്ളൊരു സത്യമാണ് അത്. ശ്രുതി കുറച്ച് മറ്റേ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോ കുറച്ചും കൂടി കൂട്ടി പറഞ്ഞു. അല്ല, നോർമലി ഉള്ള ലൊക്കേഷനിലേക്കായാലും രാത്രിയിലൊക്കെ നമ്മുടെയൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നു. റെയിനിലൊക്കെയുള്ള കൊടുങ്കാറ്റ് വരുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു വലിയ മലയുടെ മേലെ വെളുപ്പാങ്കാലത്ത് 2 മണി 3 മണിക്ക് അത് ആ സമയമാകുമ്പോൾ നല്ല തണുപ്പാണ്. ഫുള്ള് മഴ എങ്ങനെ അടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ള് മഴയത്ത് ആ തണുപ്പത്ത് അത് അങ്ങനെ 2 ദിവസം അവിടെ ഷൂട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇത്രയും ഞാൻ എപ്പം കുറച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ ഈ എല്ലാവരും ഈ ആർട്ടിസ്റ്റുകളെല്ലാവരും എനിക്കൊന്ന് 36 ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. ലാലേട്ടനും മമ്മൂക്കയും മഞ്ജു ചേച്ചിയും ഇവരൊക്കെ ഈ സിനിമയിലില്ലെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് മുതൽ റിലീസ് മുതൽ അനൗൺസ്മെൻറ്റ്, പോസ്റ്റർ, ലാസ്റ്റ് ഇപ്പം DQ ഇത് ചെയ്ത് നമ്മുടെ ഡേറ്റിൽ അത് റിലീസ് ചെയ്തത്, ബാക്കി സെലിബ്രിറ്റീസൊക്കെ വെളിയിൽ നിന്നിട്ട് സൂപ്പർ സ്റ്റാർസൊക്കെ വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിനകത്തുണ്ട്. 36 പേര്, എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള 36 ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. അതൊരു പിന്നെ എല്ലാവരും ലൊക്കേഷനിൽ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു കുറേ ദിവസം. നല്ല കളിയും ചിരിയും ബഹളമായിരുന്നു ഒരു പരിധി വരെ. ഇങ്ങനെ ചേച്ചി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് ചേച്ചി ഇതൊരു വീഡിയോ ഓർമ്മ വന്നു. ഒരു റിക്രിയേഷൻ വീഡിയോ ഇല്ലേ, ആലാപനം പാട്ടിന്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഓർത്തോട് പറഞ്ഞത്. ഞാനും വീണ ചേച്ചി ഫസ്റ്റ് ലൈക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന സെറ്റിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കണ്ടു പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഒത്തിരി യെല്ലോ സാരിയിലുള്ള ഞാൻ കണ്ടു, ഭാഗ്യത്തിന് കാണാൻ പറ്റി. കണ്ടു നോക്കും, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ശ്രീവിദ്യ മാമിനോ ഒന്നും പറഞ്ഞില്ല. ആ ഒരു ക്യാരക്ടർ ചെയ്തത് നല്ല രീതിയിൽ. നമുക്ക് കൂടോത്രത്തിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. അല്ല, കൂടോത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഈവിളായി കണ്ണ് കിട്ടുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം പേഴ്സണലി നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾ ആരെങ്കിലും അതിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ അന്ധവിശ്വാസമല്ല, പക്ഷെ ചിലര് പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ മരമൊക്കെ രണ്ടായിട്ടൊക്കെ മുറിഞ്ഞു പോവുക, അങ്ങനത്തെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞ ആളെ ഒന്ന് പരിചയപ്പെടുത്തണം. മരം മുറിഞ്ഞു അങ്ങനെ പെട്ടെന്ന് കുഞ്ഞ് ലൈക്ക് എനിക്ക് അങ്ങനെ വിശ്വാസമുള്ള ആളല്ല. പക്ഷെ ചിലര് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കരമായിട്ട് അവര് നല്ലതാന്ന് പറയുമ്പോൾ ആ സാധനം പിന്നെ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കണോ വേണ്ടിയോ മേ ബി കോയിൻസിഡന്റലി ഒരേ സമയത്ത് നടക്കുന്നതാവാം. ബട്ട് എവിടെയൊക്കെ ഇച്ചിരിയൊക്കെ നടക്കുന്നതാണൊരു ചെറിയൊരു വിശ്വാസം. ഞാനിപ്പോ പറഞ്ഞതുള്ള ലൈക്ക് ഉണ്ടായ കാര്യം പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ ബോധം കിട്ടും കേട്ടോ. അല്ല, മരമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് പിളർന്ന് വീഴാന്നൊക്കെ പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ലക്ഷ്മി എന്തെങ്കിലും പറയുമ്പോ പറഞ്ഞാലോ ഞാനല്ല, വേറെ ആരോ അങ്ങനെയല്ലേ. അല്ല, ചേട്ടൻ പറഞ്ഞല്ലോ വിശ്വാസം ഉണ്ടെന്ന്. ചേട്ടൻ എന്തുകൊണ്ടാണ്? മുട്ടയിലൊക്കെ വിശ്വാസമുള്ള ആണോ? പിന്നെ മുട്ട ചീപ്പല്ലേ, 2 മുട്ട ഓംലെറ്റ് അല്ല മുട്ടയിൽ കൂടുതൽ സംഭവിക്കും. നാട്ടുമ്പുറത്തൊക്കെ ഇപ്പോഴും പറയും കൂടോത്രം ഉണ്ടെന്ന്. പടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ചില ആൾക്കാർ അങ്ങനെ ചോദിച്ചേ. കാരണം കൂടോത്രം എന്നൊരു സിനിമയിൽ അതിന്റെ പേരിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം കൂടോത്രം എന്ന് പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ ഒരു ഈ വിളയുന്നാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഈ ഗൂഢപത്രം നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെയല്ല, അത് ശരിക്കും മലയാളം പഠിപ്പിക്കാൻ വിട്ടപ്പം പഠിക്കണമായിരുന്നു. അത് ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കാം. എളുപ്പം സിമ്പിൾ അല്ലേ കാര്യം. അധികം സത്യമണി കൂടോത്രത്തിൽ വിശ്വസിക്കാൻ അധികം എക്യുപ്മെന്റ്സ് ഒന്നും വേണ്ടെന്ന കാര്യം. ചീപ്പാണ് കാര്യം. ഒരു മുട്ട 6 രൂപ 8 രൂപ ഉള്ളൂ. പിന്നെ അത് വെച്ച് നമുക്ക് നമ്മള് മറ്റേ പൂജാരിക്ക് അത്രയൊക്കെ ഉള്ളു. ഒരു 16,000 പരിപാടി നടക്കും. മറ്റേ നമ്മളൊരു ഒരാളെ ഒരു ശത്രുവിന്റെ ദൂരത്തിന് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം കൂടോത്രം. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടുണ്ട്, അല്ലാതെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? പണ്ടത് ഭയങ്കര വിശ്വാസമായിരുന്നു. നമ്മുടെ നാട്ടില് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു.
പുള്ളി ഇപ്പോഴും ഉണ്ടോ? അല്ല പറഞ്ഞില്ല ആവശ്യമുണ്ട് പുള്ളിയെ കൊണ്ട്. പുള്ളി അല്ല ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഞാൻ ഒരുപാട് ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ മറ്റേത് ഇവിടെ മുട്ടയിൽ ചെയ്യും, മറ്റേത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും നമ്മളോട് ഓട്ടോമാറ്റിക്കലി പറയാറുണ്ടാവുമായിരിക്കുമല്ലോ ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത്. അങ്ങനെയൊക്കെ പലതും വിശ്വസിച്ച് കുറേ കാലത്ത് കുറേ സമയത്ത് അതിന് പിന്നാലെ കടന്ന് പൂജയും ചെയ്ത് നടന്നിരുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഇല്ല വിശ്വാസം. ഇപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസം പോയെന്ന് തോന്നുന്നു. പണി കിട്ടിയതല്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഇവരിപ്പോ ചോദിച്ചില്ലേ ഗൂഢപത്രം, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരുമ്പോൾ ഇപ്പൊ ഈ 10 വർഷം മുന്നത്തെ നിങ്ങളുടെ ചിന്താഗതി അല്ലല്ലോ ഇപ്പം, മാറില്ലേ? അതുപോലെ തന്നെ 10 വർഷം മുന്നത്തെ എൻ്റെ ചിന്താഗതി അല്ല ഇപ്പോൾ. ഇതിനിയും അടുത്ത വർഷം ഇനി 10 വർഷം കഴിയുമ്പോൾ വേറെ രീതി ഞാൻ സന്യാസിനിയാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഇത് വെക്കാൻ പോകുമ്പോൾ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതായത് കലാപരമായ രംഗത്ത് അത് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് വരുന്നത്. ഇങ്ങനെ കുറേ ഉൾട്ടാ സാധനങ്ങൾ സംഭവിക്കും. ഇത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന പോലെയുള്ളൂ ഇത് എല്ലാം. ഈ വിശ്വാസം തള്ളി പറഞ്ഞില്ലേ, അപ്പൊ തൊട്ടാണ് ഇതിന്റെ ചെയ്ത് കൂട്ടിയതിനെ കിട്ടാൻ പോണേ. മിക്കവാറും നമുക്ക് നാളെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് എന്തെങ്കിലും ന്യൂസ് കിട്ടും. വേറെ ഫ്ലാറ്റിന് കാര്യം പണ്ട് കൊടുത്ത കൂടോത്രമൊക്കെ തിരിച്ചു കിട്ടും. ഞാൻ കൂടൊന്നും കൊടുത്തിട്ടില്ല. അതിന് പരിഹാരം ചെയ്ത് അല്ല അങ്ങനെയല്ല, ഞാനിപ്പം ഇത് ഈ പറഞ്ഞ തമാശയായിട്ടാണെങ്കിലും ഇങ്ങനെ നമ്മൾ ജ്യോത്സ്യന്മാരെടുത്ത് എല്ലാം പോയി കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് ജ്യോത്സ്യന്മാർ ഇങ്ങോട്ട് പറയുമല്ലോ. ഇത് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ജ്യോത്സ്യന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, മറ്റേ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ മറ്റേ ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പലർക്കും എക്സ്പീരിയൻസ് ഉണ്ട്, ഇവർ പറയാത്തായിരിക്കും. ഇത് മൊട്ട ചെയ്യാൻ കാര്യം എന്താ? അല്ല പാലുണ്ട്, ഇതെന്താ മുട്ട? അതാണ് എനിക്ക് മുട്ട എപ്പോഴും അവൈലബിൾ അല്ല, വീട്ടിൽ കോഴിയില്ലേ? അല്ല പാലൊക്കെ അവൈലബിൾ അല്ലേ? എന്താ അതിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് ചേട്ടൻ ശ്രുതി, എനിക്ക് കാര്യം തോന്നുന്നത് പണ്ടുള്ള കാലങ്ങളിൽ എല്ലാ വീടുകളിലും കോഴി ഉണ്ടായിരുന്നു. ഡെയിലി മുട്ടയിടും, ഇഷ്ടംപോലെ മുട്ടയിടും. ആ 10-12 ഓൾമോസ്റ്റ് നാട്ടിൻപുറത്താണല്ലോ ഈ പരിപാടി മുഴുവൻ നടക്കുന്നത്. എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള സാധനം മുട്ടയാണ്. അതായിരിക്കും ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ കാര്യം അറിയോ, ഇതുങ്ങളൊന്നും പുസ്തകം വായിക്കത്തില്ല, ഒന്നും വായിക്കത്തില്ല. അതാണ് അതിന്റെ കാര്യം. പുസ്തകത്തില് അല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുറച്ച് ബുക്കും പുസ്തകങ്ങളും. രാവിലെ മഹാഭാരതത്തിലുണ്ടോ കൂടോത്രത്തെ കുറിച്ച്? രാമായണത്തിലൊന്നും ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിഹാസങ്ങളില് കൂടോത്രത്തെ പറ്റിയിട്ടും ചെയ്തതിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലായ കുടുംബപരമായിട്ട് കൂടോത്രമാണ്. അതല്ല, ഇത് ആൾക്കാരുടെ പേടി എന്നുള്ളൊരു ഫാക്ടർ അല്ലേ. ഭക്തിയിലാണെങ്കിലും അതാണ് മുതലെടുത്തത്. അപ്പം ലൈഫിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണും. ജനറൽ ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ജ്യോത്സ്യന്മാരാണെങ്കിലും അങ്ങനെയാണെങ്കിലും പരിഹാരം ചെയ്ത് നമുക്കൊരു ക്യൂരിയോസിറ്റിയും കാണും, ശരിക്കും ഉള്ളതാണോ എന്ന്. അത് പ്രൊമോട്ട് ചെയ്യുന്ന കൂടിയല്ല. ഇത് തമാശക്ക് പറഞ്ഞ കൂടത്തിൽ കൂടെ ഇവർക്ക് കൂടോത്രം ഞങ്ങളെ ഇപ്പോഴത്തെ കാലം ആർക്കും വിശ്വാസമില്ലല്ലോ. അതെ, ഇന്നത്തെ കാലത്തൊന്നും അത് ആരും ചോദിച്ചോണ്ട് പറഞ്ഞ ഒരു പൊളിറ്റീഷ്യന്റെ വീട്ടിൽ നിന്നല്ലായിരുന്നോ കുറെ വർഷം മുന്നേ സുധാകരൻ സാറിന്റെ ആരുടെയായിരുന്നു? എനിക്കറിയില്ല. ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഒരു പൊളിറ്റീഷ്യന്റെ വീട്ടിൽ നിന്ന് അല്ലല്ല, ഞാൻ മാത്രം ഇതിനകത്ത് ഉത്തരവാദി. പ്രശ്നം കഴിഞ്ഞില്ല. ഒരു പൊളിറ്റീഷ്യന്റെ വീട്ടിൽ ലോഹങ്ങളെല്ലാം കൂടെ വീടിന്റെ പല ഭാഗത്ത് നിന്ന് കിട്ടിയതായിട്ട് പറഞ്ഞ് പുള്ളിക്കാരൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് മുന്നേ. ഇപ്പോഴൊന്നുമില്ല, കുറേ വർഷം മുന്നേ. എപ്പോഴും ചെയ്യുന്നവരുണ്ടാവും. അത് ഇത് കഴിയുമ്പോ കണ്ടോ ആരെങ്കിലും അതിന് അടിയിൽ കൊണ്ട് കമന്റ് ഇടും. തമാശ അല്ല പറഞ്ഞത്, ഞാനത് ഇതിലോ കണ്ടിട്ടുണ്ടത്. പ്രശ്നങ്ങളല്ലേ നമ്മളെ വിശ്വാസം എന്ന് പറയുന്നതും ഇതും ഒക്കെ പറഞ്ഞ ഒരു ദൈവവിശ്വാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ആൾക്കാരും നമുക്കതിനൊരു പവർ തോന്നുന്നു, നമുക്ക് അതുകൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടുന്നു. നമ്മൾ വേറെ ആരെയും ഉപദ്രവിക്കാതെ നമ്മുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ കാര്യത്തിൽ അപ്പോൾ അത് കൂടോത്രം ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ അതിൻ്റെ അകത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ അത് മാത്രമേ അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുള്ളൂ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ പടത്തിലില്ല. ഞങ്ങളുടെ പടം നല്ല കൂളാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് മിസ്റ്ററീസ് ഉണ്ട്. നല്ല പാട്ടുകളുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അത് ഗോപി സുന്ദറാണ് ചെയ്തേക്കുന്നത്. പിന്നെ നല്ല ഫൈറ്റുകളുണ്ട്, ഇവരെയൊക്കെ എടുത്തിട്ട് എറിയുന്നുണ്ട്. നല്ല ടീമാണ്. ടെക്നിക്കൽ സൈഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാ. ഫൈറ്റ് നമ്മൾ ആദ്യം
എനിക്ക് തോന്നുന്നു ബൈജുവും പറഞ്ഞ് നമ്മൾ 2 ദിവസം കൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലൈമാക്സ് ഫൈറ്റ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, റിസൾട്ട് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഐ തിങ്ക് 5 days 5 ദിവസം നമ്മൾ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിനുള്ള റിസൾട്ട് അതിനകത്ത് കാണുന്നതാണ് കണ്ടവരൊക്കെ പറഞ്ഞത്, നമുക്കും അന്ന് ചെയ്യുമ്പോൾ തോന്നിയത്. ഇതുവരെ ചെയ്ത മൂവീസിലെ ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ടേക്ക് അവേ കാണുമല്ലോ എല്ലാ മൂവിക്കും. അങ്ങനെ ഈ മൂവിയിൽ തോന്നിയത് എന്താ ചേട്ടന്? എല്ലാ സിനിമയിലും പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതിൻ്റെ അകത്തൊരു സൗഹൃദം, വീണായിട്ടൊരു സൗഹൃദം വന്നു. അത് വലിയ ഞാൻ അതിനായിട്ട് സൗഹൃദം വന്നു. ഇവരായിട്ടല്ല സൗഹൃദം, ഇവരുടെ ഭാര്യ ഞാനും ഭയങ്കര കൂട്ടാ. സജിത ഞാൻ എനിക്ക് സൗഹൃദമൊന്നുമില്ല, ഇല്ല. ഞങ്ങള് ഫാമിലി പോലെയാ. സജിത പോലെ ദിയ, ഇതിനകത്തെ ഹീറോയിൻ ദിയ എനിക്ക് തോന്നുന്നു തമിഴിലെ ഹീറോയിനായിട്ടൊക്കെ അഭിനയിച്ചു. കുറേ ബ്രേക്കിന് ശേഷം ദിയ ഇവിടെ മലയാളത്തില് ലീഡ് റോള് ചെയ്യുന്നത്. ബൈച്ചേട്ടന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ദിയ ചെയ്യുന്നത്. റേച്ചൽ കന്നഡ പടങ്ങളിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. ഞങ്ങള് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് ശ്രീധരനൊക്കെ ആയിട്ട്. ചേട്ടന്റെ വൈഫും സിനിമയിൽ ഈ പടത്തിലുണ്ട്. മോനും അഭിനയിച്ചു തുടങ്ങിയില്ല. ദേശം പറക്കട്ടെ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് 1-2 പടങ്ങൾ പ്രിയനന്ദന്റെ പടത്തിൽ അഭിനയിച്ചു. പിന്നെ ഞാനും അച്ഛനും കൂടി അഭിനയിച്ച വടു എന്ന് പറഞ്ഞത് അതിൽ അഭിനയിച്ചു. പിന്നെ ഞാനൊരു തമിഴ് പടം ചെയ്തു, അതിൽ ചെറുപ്പം അഭിനയിച്ചു. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തോടെ വന്നേക്കാം. ഫോൺ വിളിച്ച കാരണം ശ്രീധരനെ സിനിമയ്ക്ക് വേണ്ടി ആരെങ്കിലും ഫോൺ വിളിക്കുക. ഹലോ, ഡേറ്റ് ഉണ്ട്. അതിനകത്ത് മറ്റേ ക്യാരക്ടർ ആരാ? വൈഫിന് ഡേറ്റ് ഉണ്ട്. മറ്റേ ക്യാരക്ടർ അച്ഛ ഫ്രീ ആണ്. മറ്റേ ക്യാരക്ടർ മോനുണ്ട്. നോക്കുമ്പോ എന്നാ ഒരു ഷൂട്ടറും കൊടുത്താൽ മതി, എല്ലാവരുടെ അതിനകത്ത് കിടന്നോളൂ. ഇതിപ്പോ അതിന് വേണ്ടിയുള്ള പരിപാടിയാ. ഞാൻ സജിതയോട് ചോദിച്ചു, നിനക്ക് വല്ലോ ടീച്ചറാണ് സജിത, നിനക്ക് വല്ല പഠിപ്പിച്ചോട്ട് വല്ല നടന്നാ പോരായിരുന്നു, എന്തിനാ ഇപ്പോ ആർട്ടിസ്റ്റുകളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഇത്ര നേരം സീരിയസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആണ് ഉദ്ദേശിച്ചത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിനിമയില് ചേട്ടന് ചേട്ടൻ ഇട്ട് കാണാൻ വേണ്ടി ഏറ്റവും ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ഏതാ? കോട്ടും സൂട്ടും ഇതുവരെ കിട്ടാത്തത്. അങ്ങനെ ഏതെങ്കിലും മൂവിയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്, വളരെ ചുരുക്കം. അതായത് മറ്റേ എക്സിക്യൂട്ടീവ് ആയിട്ടൊന്നും നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല, എന്താണെന്നറിയില്ല. പുള്ളി മരിച്ചെടുക്കുന്ന സീനിൽ ഒരു പടത്തിലുണ്ട്. ഒരു പടത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ അപ്പിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വല്ല ഒരു CEO ആയിട്ടൊന്നും നമ്മളെ സങ്കല്പിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. മാർക്കോയില് കുറച്ച് ഫോർമൽ ആണ്. അത് എല്ലാവരും കോട്ട് സൂട്ടായിരുന്നല്ലോ, നമുക്ക് മാത്രമായിട്ടല്ല. ഞാനത് ആരിഫിനോട് ചോദിക്കുകയും ചെയ്തു. ഇന്ന് ഞാനിട്ട് കഴിഞ്ഞാൽ അന്നാണെങ്കിൽ മുട്ട അടിച്ചിട്ടുണ്ട്, അത്യാവശ്യം കട്ടി മീശയുണ്ട്, കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ബാറിലെ ബൗൺസറിനെ പോലെ എനിക്കൊരു സംശയം എന്നെ കണ്ടപ്പോ തന്നെ. പക്ഷെ അതിന് പറ്റിയ ലുക്കായിരുന്നു, കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ ആൾക്കാരെ വിളിക്കട്ടെ. ചേച്ചി കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള 3 ആക്ടേഴ്സ്? അല്ല, വേറെ ആരെ വേണമെങ്കിലും ഇവര് 3 എന്റെ ജീവിതം ധന്യമായി കിട്ടും. വലിയ ആഗ്രഹമായിരുന്നു മമ്മൂക്കയോട്, അത് സാധിച്ചോ? ഇനിയിപ്പോ അത് പറയാൻ പറ്റത്തില്ല. അത് നല്ല റോളായിരുന്നു, പറയണല്ലോ. ഡൊമിനിക്ക് നല്ല മെച്യൂർ ലുക്ക് ആയിരുന്നു. ശരിക്കും ഞാൻ ഭയങ്കര മെച്ചൂർഡാ. അതെ അതെ, ജീവിച്ചു പോകാൻ വേണ്ടിട്ട് അതാ ഇങ്ങനെയൊക്കെ കാണിച്ചു, ഇങ്ങനെയൊക്കെ സംസാരിച്ചു വിടുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി നേരം ഉണ്ടായിരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ 10 പേര് കയറും. എനിക്കല്ലാണ്ട് ഭയങ്കര ആഗ്രഹം, ഞാൻ വിജയ് സേതുപതിയുടെ ഭയങ്കര ഫാനാണ്. വിജയ് സേതുപതി ഓൾമോസ്റ്റ് പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ തന്നെ പടങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മലയാളത്തിലുള്ളവർ എല്ലാവരോടും എനിക്ക് അഭിനയിക്കണം. തമിഴിലെ കാര്യം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. വിജയ് സേതുപതി, രജനി സാറ്, സ്വാഭാവികം കമൽഹാസൻ സാർ. ചെറിയ ആഗ്രഹങ്ങൾ, കുഞ്ഞു ആഗ്രഹങ്ങൾ. ആഗ്രഹമൊന്നുമില്ല, അതെന്തെങ്കിലും നാളെ സാധിക്കും. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന, കാരണം ഞാൻ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാതെയും പ്രതീക്ഷിക്കാതെയാണ് പലരുടെ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പം ഇവരോടെയൊക്കെ ആഗ്രഹിക്കണമുണ്ട്. ഞാൻ ശ്രീധരനോട് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, സുധിയുടെ പെർഫോമൻസ് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, നിങ്ങളൊരു പ്രൊജക്റ്റ് നിങ്ങളുടെ ഒരു റിലീസായ ഉടനെ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി അഭിപ്രായം പറഞ്ഞോ? ഞാൻ മീശ അല്ലേ? ഞാൻ അങ്ങനെ നന്നായിട്ട് കണ്ട ഞാൻ വിളിച്ച അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്.
മതിയോ? മതി 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 മതി. സൂപ്പർ ഇത് സുധിച്ചേട്ടനോടാണ് ഒഴിവ് സമയം കിട്ടുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം. ബാക്ക് ടു ബാക്ക് മൂവീസ്. അതെ, സത്യം പറയട്ടാ, ഇപ്പൊ ഇൻ കേസ് ഒരു 5 മിനിറ്റ് കിട്ടിയ ചേട്ടൻ ചെയ്യുന്ന ഒരു കാര്യം. ലുക്കൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കാം. 5 മിനിറ്റ് 5 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ മൊബൈലൊക്കെ എടുത്ത് നോക്കും. നോക്കൂ. ലക്ഷ്മിയോടാണ് ചോദ്യം. ഒരു രാത്രി ഉറങ്ങാതിരിക്കോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കോ, 2 ഓപ്ഷനാണ് തരുന്നെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? മിണ്ടാതിരിക്കും. എനിക്ക് ഉറക്കം കളയാൻ പറ്റത്തില്ല. മിണ്ടാതിരിക്കാൻ പറ്റും? മിണ്ടാതിരിക്കാൻ പറ്റും. പിന്നെ ചോദിച്ചു നോക്ക്, ഞാൻ എത്ര ദിവസം മിണ്ടായിരുന്നു ചോദിച്ചാൽ സെറ്റിലൊക്കെ നല്ല കുട്ടിയായിട്ട് ആദ്യത്തെ കുറേ ദിവസം ഞാൻ മിണ്ടിയിട്ടില്ല. ഇങ്ങനെ പതിയെ ലൈക്ക് എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് വരാൻ എനിക്ക് സമയം എടുക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു മൂലയ്ക്ക് ആണെങ്കിൽ മിണ്ടാതിരിക്കുമായിരുന്നു. ആ ഓപ്ഷൻ എടുക്കത്തുള്ളൂ. ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഉറങ്ങും. എവിടെ ഇരുന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റും. ലൈക്ക് ഇരുന്നിട്ടാണെങ്കിലും ഉറങ്ങും. അങ്ങനെ ഇന്ന സ്ഥലം വേണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ ഉറങ്ങിക്കോളും. പക്ഷെ ഒരു സമയമുണ്ട്. ലിറ്റിൽ ബെറ്റ് സൗണ്ട് ഒന്നും പ്രശ്നമില്ല. ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് നൈറ്റിലൊന്നും എന്നെ പുറത്ത് കാണത്തില്ല. ഞാൻ സമയത്തിന് കയറി ലൈക്ക് ആൾക്കാർ അവിടെ ബഹളം ഉണ്ടായപ്പം എന്നെ ഉണർത്താൻ വരെ ശ്രമിച്ചു. ഞാൻ എഴുന്നേറ്റിട്ടില്ല. ഒരു പ്രത്യേകതരം ജീവിതം കൊച്ചിന്റെ. ചുമ്മാ പറയണ കേട്ടോ. അവരെന്ത് പറഞ്ഞാലും ഞാൻ ഈ ലൊക്കേഷനിലെ ലക്ഷ്മി ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ലക്ഷ്മി എനിക്ക് അറിയില്ലായിരുന്നു അന്ന്. ഇതൊന്നും റിയാലിറ്റി ഷോ ഒന്നും വന്നിട്ടില്ലല്ലോ. പുതിയൊരു ന്യൂ കമ്പർ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഇറങ്ങാൻ നേരത്തെ ലക്ഷ്മി ഫസ്റ്റ് വന്നിട്ട് നേരെ വരും, ബാഗൊക്കെ ആയിട്ട് വന്നിട്ട് കൊടയുണ്ടാവും. ആ കൊടയൊക്കെ ഉണ്ടിട്ട് വെളുപ്പിനാണ് 6 മണിക്കിട്ടാ കൊടയൊക്കെ ഉണ്ട്. അപ്പൊ എന്താന്നല്ലോ വന്നിട്ട് പണ്ട് ഇന്നോടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും കേറിയിട്ട്. ഡ്രൈവർ പോലും കണ്ടോ, പുള്ളി ചായ പിടിക്കാനൊക്കെ പോകും ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ സ്വാഭാവികമായിരുന്നു ഒരു ചായ പിടിക്കാൻ വരുന്നുണ്ടോ, ഞാൻ ചായ കുടിക്കില്ല. ഓക്കെ. അപ്പൊ ഞാനപ്പോ എന്റെ ഫ്രണ്ടുണ്ട് ബിനു, അങ്ങനെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ബിനു പറഞ്ഞു ചേട്ടന്മാർ പണിയൊന്നുമില്ല, ആ കൊച്ചിനെ കണ്ടതില്ല, ചായ പോയാൽ കുടിക്കാത്ത കൊച്ചാന്ന് പറഞ്ഞു പോയി. അങ്ങപ്പോ മിണ്ടൊന്നുമില്ല കുറെ ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ കൂടെ അഭിനയിക്കുന്ന ആളാണല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ സംസാരിക്കണമല്ലോ, എന്റെ പേരായിട്ട് അഭിനയിക്കുന്ന. സംസാരിച്ചിട്ട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ആദ്യം മിണ്ടില്ല. ഇവിടുത്തെ ഭക്ഷണങ്ങള് ഓയിലിയാന്ന് പറയും. പഴംപൊരി കണ്ടപ്പോ ഇത് ഓയിലി, മറ്റേത്തെ കലോറി, മറ്റേത് ഈ സാധനം. അങ്ങനെ ഞാൻ പലതിലും ഉഴുന്നോടലൊക്കെ ഇത്ര കലോറി ഉണ്ടെന്ന് അറിയണം. ഞാൻ ദൂരം കലോറി കഴിച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പൊ അടുത്തിരിക്കുന്ന ആളടുത്തും ചിലപ്പോ പറയും അതിനകത്ത് ഇങ്ങനെ നോക്കിയിട്ടും കണ്ടിട്ടും കഴിച്ചാൽ മതി എന്നുള്ളത് പറയും. അത് മോശം അല്ല, ഞാൻ പറയും എന്റെ അത് ചേട്ടാ കലോറി ഉള്ളതാണ്. അപ്പൊ ഞാനപ്പോ ആലോചിക്കുന്ന ഫ്ലാഷ് ബാക്ക്, പഴയ പള്ളൂരത്തിലെ കടകളിൽ നിന്നൊക്കെ കലോറിയും ചമ്മന്തിയും മാറി തിന്ന്. ഒറ്റയ്ക്ക് മൂവിക്ക് പോകുന്നതാണോ അതോ കുറെ പേര് കൂടി പോകുന്നതാണോ ചേട്ടൻ ഇഷ്ടം? എനിക്ക് എങ്ങനെയായാലും മൂവി എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഒറ്റയ്ക്ക് ഇപ്പൊ കുറെ നാളായിട്ട് ഒരുമിച്ച് കുടുംബടക്കാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷെ അത് കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു കുറവ് തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ കോളേജ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ സമയം ആൾക്കാരുടെ സൗകര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൂവി കാണുന്നത് നടക്കില്ല. അപ്പോൾ ഓടി നടന്ന സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ കമ്പനിയൊന്നും നോക്കാറില്ല. സിനിമ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് സിനിമ ഇങ്ങനെ കാണണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുകയോ വർത്താനം പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആവും. എനിക്ക് സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സിനിമ എനിക്ക് തുടക്കം തൊട്ട് കാണണം. 5 മിനിറ്റ് വൈകിയൊക്കെ എത്തുന്നത് എനിക്ക് ഭയങ്കര ഈ ഫസ്റ്റ് ആദ്യത്തെ സ്ക്രീനിൽ ഫോട്ടോ എടുക്കുക, മറ്റേ ഫസ്റ്റ് മറ്റേ ടൈറ്റിലിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട്. എന്നാണ് ഞാനൊരു പടം കാണാൻ പോയപ്പോൾ, ചത്താപ്പച്ച കാണാൻ പോയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ ഇങ്ങനെ ഇതിന്റെ ഫോട്ടോ, കാരണം ഇതാണെങ്കിൽ ടൈറ്റിലാണെങ്കിൽ വരുന്നുമില്ല, കുറെ കഴിഞ്ഞ ടൈറ്റിൽ വരുന്നതുകൊണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരു നമ്മളിങ്ങനെ എത്തുമ്പോഴേക്കും ഇവര് ഫോൺ എടുക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നമ്മള് സിനിമ കണ്ടതിന് ശേഷം അവിടെ വെച്ചാൽ പറഞ്ഞോട്ടെ, കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ ഈ ഫോട്ടോ എടുക്കുന്നത് എന്തിനാ, എനിക്ക് ഇപ്പോൾ ഇത്ര നാളായിട്ട് അതിന്റെ ഒരു ചേതോവികാരം മനസ്സിലായിട്ടില്ല. ക്വസ്റ്റ്യൻ ആണ്, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഏത് ചൂസ് ചെയ്യും? ഫോൺ വേണ്ടെന്ന് വെക്കുള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഫഷനിലെ ക്യാരക്ടർ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും മേക്കപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഫോൺ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും. ഫോൺ ഇല്ലാതെ ദിവസങ്ങളോളം ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇപ്പോഴൊക്കെ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളും ഇരിക്കാറുണ്ട് ഞാൻ. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഫോൺ എനിക്കിപ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഫോൺ പ്രശ്നമായിരുന്നു. ബിഗ് ബോസോടുകൂടി ആ പ്രശ്നം അങ്ങ് തീർന്നു. ചേട്ടന്റെ കംഫർട്ട് ഫുഡ് എന്താ? ഇങ്ങക്ക് കിട്ടുന്നത് എല്ലാം ഇങ്ങനത്തെ ലക്ഷ്മി അടുത്തുള്ളതുകൊണ്ട് പറയാൻ പേടിയായിരിക്കും. എല്ലാം ഇന്ന് കിട്ടുന്ന സാധനം. അത് ശരിക്കും ഭക്ഷണം കഴിക്കുന്ന ആളാ സത്യത്തിൽ. എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്, ചോറും മീനും. ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആളാ. എല്ലാ എറണാകുളത്തുള്ള ചെറിയ ചെറിയ എല്ലാ ഹോട്ടലും അല്ലെങ്കിൽ കേരളത്തിലുള്ള
അത്യാവശ്യം നല്ല ഹോട്ടലിലൊക്കെ അറിയാവുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ? കുഞ്ഞുമായിട്ടുള്ള ടൈം അത് മിസ് ചെയ്യും. പിന്നെ ഫുഡ് കുറച്ച് ലൈക്ക് നമുക്ക് ഓടി നടന്ന് എപ്പോഴും പോയി ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കലോറി നോക്കി ഞാൻ നല്ലോണം കഴിക്കും. ഞാൻ കഴിക്കാതിരിക്കുന്ന ആളൊന്നും അല്ല. ഇഷ്ടംപോലെ കഴിക്കുന്ന ദേഹത്ത് പിടിക്കാതിരിക്കാനാണ് ഞാൻ കലോറി നോക്കുന്നത്. ഇനിയുണ്ടോ ഇതുപോലെ? ഫൈനലി പ്രേക്ഷകരോട് കൂടോത്രത്തെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്ക് 12-ാം തീയതി റിലീസ് ആവുകയാണ്. നല്ലൊരു സിനിമയായിരിക്കും, ഒരു വർത്ത് ദ മണി ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരുടെയും ബൈജുവിൻ്റെയും ഞങ്ങളിൽ അഭിനയിച്ച എല്ലാവരുടെയും എല്ലാ സിനിമയിലും പോലെ തന്നെ ഞങ്ങളെല്ലാവരുടെയും കഷ്ടപ്പാട് ഇതിനകത്തുണ്ട്. ആൻഡ് വി ഓണസ്റ്റ്ലി ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ വർക്ക്. അപ്പോൾ അത് തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ചെയ്യണം. നമ്മളെപ്പോഴും കണ്ട് ശീലിച്ച അല്ലെങ്കിൽ കണ്ട് കേട്ടുമെടുത്ത ഒരു കഥയൊന്നും അല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്. എല്ലാ സിനിമയിലും പറഞ്ഞ പോലെ ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെ അല്ല, ഇറ്റ് ഇസ് കണ്ടന്റ് വൈസ് കുറച്ച് ഡിഫറെന്റ് ആണ്. നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പൊ ഫെബ്രുവരി 12 ഫെബ്രുവരി 12 എല്ലാവരും കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. റിവ്യൂ ഒക്കെ കണ്ട് പലതും നല്ല പടങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് രണ്ട് രീതിയിൽ അഭിപ്രായം വരുന്നതുകൊണ്ട് അങ്ങനെ റിവ്യൂ കണ്ട് നിങ്ങൾ പോവാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ജുവൽ.